ലൂസിഫറിന്റെ ഒരു അമിത പ്രതീക്ഷകൾ വെക്കാതെയാണ് ഞാൻ എമ്പുരാനെ കണ്ടത്. എമ്പുരാൻ ആസ് എ ഫിലിം, ആസ് എ സ്റ്റാൻഡേർഡ് ഫിലിം, ഇറ്റ്സ് എ പെർഫെക്റ്റ് ഫിലിം ആയിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ദീപക് ദേവ് ഹവ് ഡൺ വെരി ഗുഡ് ജോബ്. ബിക്കോസ് ഒരു ഇന്റർനാഷണൽ ലെവല് ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആ സിനിമയ്ക്ക് ഓൾറെഡി ഉണ്ട്. സ്ക്രിപ്റ്റിംഗിൽ കൺഫ്യൂഷൻ വരുന്നില്ലല്ലോ. അതെ, പല തലങ്ങളിൽ കഥ പോയിട്ടാ വരണമെങ്കിലും ഭയങ്കര ക്ലാരിറ്റിയാണ്. ലാലേട്ടൻ ഇൻട്രോന് എത്ര കൈഡി കിട്ടി അത്രയും തന്നെ കൈഡി മഞ്ചേച്ചിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് അത്രയും പവർഫുൾ ആയിട്ട് ക്യാരക്ടർ. ഞാൻ പറയും ഇതേപോലത്തെ സിനിമകൾ നമ്മൾ ആക്ച്വലി ഒരു പ്രാവശ്യം കണ്ടാൽ പോരാന്ന് ഞാൻ പറയുള്ളൂ. രണ്ടാമതും കൂടി ചുമ്മാ കണ്ടു നോക്കി ചിലപ്പോൾ ഒന്നും കൂടി അത് ക്ലാരിറ്റി വരുന്നു. അത്രയും ഹൈപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ആരൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ശരിക്കും ഒരു വണ്ടറിങ് തന്നെയായിരുന്നു. ഇത് മലയാള സിനിമയെ തന്നെ എലിവേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. അത് ആക്ച്വലി ഒരു പ്രാവശ്യം കണ്ട ആൾക്കാർ വീണ്ടും ഈ സിനിമ കാണണം. കാരണം വെച്ചാൽ നമ്മുടെ മലയാള സിനിമയുടെ പ്രൗഡാണ്. നമ്മളാണ് നമ്മുടെ സിനിമയുടെ PR. നമ്മൾ നമ്മുടെ സിനിമയെ പറ്റി നല്ലത് പറഞ്ഞാലാണ് മറ്റുള്ളവർക്ക് ആ സിനിമ കാണാൻ തോന്നുന്നത്. സോ നമ്മൾ ഒരിക്കലും നമ്മുടെ ഇൻഡസ്ട്രിയെ താഴ്ത്തിക്കെട്ടരുത്.